ഹലോ, ഇന്ന് നക്ഷനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്നായിരുന്നു. അപ്പോൾ പ്രസവം വീട്ടിലില്ലാത്തതുകൊണ്ട് അപ്പൂനെയും കൂട്ടിയിട്ട് നമ്മൾ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പോകുന്ന സമയത്താണ് നമ്മൾ സംസാരിക്കുന്നതും കാര്യങ്ങൾ പറയുന്നതെല്ലാം. അല്ലാത്ത സമയം നക്ഷ TV കണ്ടിരിക്കും, അല്ലെങ്കിൽ മൊബൈൽ കണ്ടിരിക്കും, അപ്പു കളിക്കുന്നതായിരിക്കും. ഈ ഒരു സമയം നമ്മൾ സംസാരിച്ചുകൊണ്ടാണ് നടക്കാറ് അധികവും. അതൊക്കെ കഴിഞ്ഞ് നക്ഷനെ ബസ് കയറ്റി വിട്ട് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. പൊതുവെ വീട്ടിലെത്തിയ അപ്പടന്ന് അപ്പു കിടന്നുറങ്ങാറുണ്ട്. പക്ഷെ ഇന്ന് തീരെ കിടന്നുറങ്ങുന്നുണ്ടായില്ല, അവൻ ഫുൾ കളിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അവൻ വേഗം ഉറങ്ങുന്ന പോലെ അഭിനയിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നക്ഷ സ്കൂളിലൊക്കെ വന്നു. അത് കഴിഞ്ഞ് ഇന്ന് വൈകുന്നേരം ആണെങ്കിൽ നക്ഷക്ക് ആദ്യമായിട്ട് ട്യൂഷന് പോകുന്ന ദിവസം. സന്തോഷം എന്താന്ന് വെച്ചാല് അവളെ ഫ്രണ്ടിന്റെ അമ്മയാണ് ട്യൂഷൻ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുന്നത്. എന്നെ അവൾക്ക് ഇഷ്ടമല്ലാത്ത ഒരേ ഒരു കാരണം ഞാൻ പഠിക്കാൻ പറയുന്നോണ്ട് മാത്രം. കുറ്റം പറയാൻ പറ്റില്ല. എൻ്റെ അമ്മേനെ എനിക്ക് പണ്ട് ഏറ്റവും ഇഷ്ടമല്ലാതിരുന്നത് നമ്മൾ പഠിക്കാൻ പറയുമ്പോഴാണ്. അത് തന്നെ നമുക്ക് തിരിച്ചു കിട്ടുന്നതാണ് ഇതൊക്കെ. എന്നിട്ട് അവളെ ട്യൂഷനൊക്കെ കൊണ്ടാക്കി ഞാൻ തിരിച്ച് വീട്ടിൽ പോയി. അപ്പോഴേക്ക് പ്രസൂൺ എത്തിയിരുന്നു. അതുകൊണ്ട് അപ്പൂനെ പ്രസൂണിൻ്റെ അടുത്ത് ആക്കിയിട്ടാണ് ഞാൻ നക്ഷനെ കൊണ്ടാക്കാൻ വേണ്ടി പോയത്. അത് കഴിഞ്ഞ് പിന്നെ നക്ഷ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു അത് അവൾക്ക് ഫ്രണ്ട് വെച്ച് കുറച്ചു നേരം കളിക്കണം, അതുകൊണ്ട് ലേറ്റ് ആയിട്ട് വന്നാൽ മതി പറഞ്ഞു. അപ്പം ലേറ്റ് ആയിട്ട് പ്രസൂണിൻ്റെ വർക്കും കഴിഞ്ഞ് ഞാനും പ്രസൂണും അപ്പവും കൂടെ ഒരുമിച്ചാണ് അവളെ കൂട്ടാൻ പോയത്. പോകുന്ന വഴിക്ക് അപ്പു സ്വിമ്മിങ് പൂളൊക്കെ കണ്ടിട്ട് അവൻ അതിൽ പിന്നെ അവൻ വരുന്നുണ്ടായിട്ടില്ല. ഫുൾ ടൈം അതിലിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കരയുന്നായിരുന്നു. പിന്നെ നമ്മൾ ഫുൾ പരതിയിട്ടാണ് നക്ഷേനെ കണ്ടുപിടിച്ചത്. നക്ഷ അപ്പോൾ ഉള്ളിൽ നിന്ന് കളിക്കുന്നായിരുന്നു. അപ്പം നക്ഷേനെയൊക്കെ അപ്പോഴേക്കും നമ്മൾ കണ്ടുപിടിച്ച് അത് കഴിഞ്ഞ് നമ്മൾ പോകുന്ന വഴിക്ക് സെക്യൂരിറ്റീൻ്റെ അവിടെ ഒരു ഫിഷ് ടാങ്ക് ഉണ്ടായിരുന്നു. ആദ്യം നമ്മൾ കുറച്ച് ബാക്കോട്ട് നിന്നു. പക്ഷെ പിന്നെ സെക്യൂരിറ്റി തന്നെ വന്നിട്ട് പറഞ്ഞു പോയി നോക്കിക്കോ എന്ന് പറഞ്ഞപ്പോൾ അവർ രണ്ടുപേരും പോയിട്ട് ഫിഷൊക്കെ നോക്കി. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ചു നേരം പാർക്കിലേക്ക് പോയി. അപ്പു പൊതുവേ പാർക്കിൽ പോയാൽ തിരിച്ചു വരില്ല, അതുകൊണ്ട് അധികം നമ്മൾ പോവാറില്ല. അപ്പൊ ഇന്നിപ്പം പോയ സ്ഥിതിക്ക് അപ്പു കുറേ നേരം കളിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വിട്ടു. ബൈ.